So in the strings functions use ചെയ്തിട്ടുള്ള extra questions ആണ്. So first one എന്ന് വെച്ചാൽ to count the number of occurrence of a character in a given string. So അത് തന്നെ string എന്ന് പറഞ്ഞിട്ട് str എന്ന് പറഞ്ഞിട്ട് ഒരു array declare ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു hello world എന്ന് പറയുന്ന string നമ്മൾ input ചെയ്തിട്ടുണ്ട്. So next one car ch is equal to l. അതായത് l ന്റെ കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് വേണമെങ്കിൽ യൂസർ ഇൻപുട്ട് ആക്കി ഇവിടെ ജസ്റ്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ കൊടുത്തതേ ഉള്ളൂ. Next, int count is equal to 0 to find out the count of the given character. Next, char pointer is equal to strchr str comma ch. So basically എന്താ റിട്ടേൺ ചെയ്യുന്ന strchr എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ ഒരു ഒക്കറൻസിന്റെ പോയിന്റർ റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, എല്ലിന്റെ ഫസ്റ്റ് പോയിന്റർ. ഓക്കെ, സോ വൈൽ ptr is not a null, അതായത് ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന വെദർ ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ഗീവൺ സ്ട്രിങ് ഓർ നോട്ട്. ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടും, ബിക്കോസ് ഹലോ വേർഡിന്റെ അകത്ത് എൽ ഉണ്ട്. ഇപ്പൊ സപ്പോസ് ദ വേർഡ് വാസ് സംതിങ് ലൈക്ക് റൺ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാനെ, ഈ ptr-ന്റെ ഔട്ട്പുട്ട് നള്ളെന്ന് കിട്ടിയാനെ. ഓക്കെ, സോ നമ്മളിപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡ് ഹലോ വേൾഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു റിട്ടേൺ വാല്യൂ കിട്ടും. So while ആ pointer value എന്താവുന്നവരെ നള്ളാവുന്നവരെ this while loop will continue execution. So execute ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, കൗണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. സോ ഫസ്റ്റ് ഐട്രേഷനിൽ ഫസ്റ്റ് എൽ ആയിരിക്കും, സെക്കൻഡ് ഐട്രേഷൻ ആകുമ്പോൾ ഇതായിരിക്കും, തേർഡ് ഐട്രേഷൻ വരുമ്പോഴേക്കും ഇതാവും. ഇതിന് ശേഷം എന്തില്ല, എല്ലിന്റെ ഒക്കറൻസ് ഇല്ല. സോ ഓട്ടോമാറ്റിക്കലി ptr എന്താവും, നള്ളാവും. സോ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് we'll get the output as 3. ഓക്കെ, നെക്സ്റ്റ് വൺ പാലൻഡ്രോം. നമ്മൾ മോഡൽ 2-ന്റെ അകത്തുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നമ്പേഴ്സ് വെച്ചിട്ടുള്ള പാലൻഡ്രോം ആയിരുന്നു ചെയ്തു. സോ നൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്ട്രിങ്. സോ പാലൻഡ്രോം സെയിം എസ് ഇൻ ദ നമ്പേഴ്സ് തിരിച്ചിട്ടാൽ എങ്ങനെ സെയിം നമ്പർ കിട്ടും, അതുപോലെ തന്നെയാണ് സ്ട്രിങ്സ് തിരിച്ചിട്ട് നമുക്ക് ഒറിജിനൽ സ്ട്രിങ് കിട്ടണം. ദാറ്റ് ഈസ് കോൾഡ് പാലൻഡ്രോം. സോ അഗെയിൻ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് റേസ് കാർ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു str len ഓഫ് str. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അറേയുടെ ലെന്ത് എടുത്തു. ഓക്കെ, അറേയുടെ ലെന്ത് അല്ല, ഈ str എന്ന് പറയുന്ന വേരിയബിളിന്റെ ലെന്ത് എടുത്തു. ഓക്കെ, ഇറ്റ്സ് ആൻ അറേ ബട്ട് സ്റ്റിൽ നമുക്കിത് യൂസ് ചെയ്യാം ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ട്രിങ് അറേ. ഇൻഡിജർ അറേ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, str len ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതൊരു സ്ട്രിങ് അറേ ആയതുകൊണ്ടാണ് മാത്രമാണ് നമ്മൾ എന്തെടുത്തത്, str len നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. ഇഫ് ഇറ്റ് വാസ് എ ഇന്റ് അറേ വി കുഡ് നോട്ട് യൂസ് ഇറ്റ്. പക്ഷെ ഇന്റ് ഈസ് പാലൻഡ്രോം ഈസ് ഈക്വൽ ടു 1. സോ ആദ്യമേ നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ് ഇറ്റ് ഈസ് എ പാലൻഡ്രോം. ഓക്കെ, ഫസ്റ്റ് അവർ കണ്ടീഷൻ ഈസ് ട്രൂ. ഇഫ് ദ കണ്ടീഷൻ ബ്രേക്സ് വി വിൽ റീസെറ്റ് ഇറ്റ് ഇൻ ടു 0 ആൻഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ പാലൻഡ്രോം. സോ ഫോർ ഇൻ ഐ ഈസ് ഈക്വൽ ടു 0 j ഈസ് ഈക്വൽ ടു len മൈനസ് 1 ഐ ലെസ് ദാൻ j ഐ പ്ലസ് പ്ലസ് j മൈനസ്. സോ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഐ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, മിനിറ്റ്, സോ നമ്മൾ ഐ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ 6 തൊട്ടായിരിക്കും, ഈ പൊസിഷൻ തൊട്ട്. അതേസമയം ജെ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബാക്ക്വേർഡ്. അതുകൊണ്ടാണ് ഐ ഈസ് ഈക്വൽ ടു 0 വൈൽ ജെ ഈസ് ഈക്വൽ ടു ലെങ്ത് മൈനസ് 1. അതായത് ജെ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബാക്ക് ആൻഡ് ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഫ്രണ്ട്. എന്നിട്ട് വൈൽ ഐ ഈസ് ലെസ് ദാൻ ജെ, അതായത് നമുക്ക് ഇതിന്റെ മിഡ് പൊസിഷൻ വരെ പോയാൽ മതി അല്ലേ. ഈ സിയും ഈ സി ഈക്വൽ ആകുമ്പം നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് മനസ്സിലാവും, അതായത് ഇവിടുന്ന് ഇപ്പം സോറി ഇവിടുന്ന് കണ്ടീഷൻ ചെയ്യാം, ഫസ്റ്റ് ഐട്രേഷനിൽ ലാസ്റ്റിലെ 6ഉം ഫ്രണ്ടിലെ 6ഉം എന്താ ഈക്വലാ. സോ ജെയുടെ വാല്യൂ ഡിക്രിമെന്റ് ആവും, ഐയുടെ വാല്യൂ എന്താവും, ഇൻക്രീസ് ആവും അല്ലേ. സോ അടുത്ത ഐട്രേഷൻ വരുമ്പം ഐ ഈസ് എ ആൻഡ് ജെ ഈസ് എ വീണ്ടും ഈക്വലാ. ഇപ്പൊ എന്താവും, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും, ജെയുടെ വാല്യൂ ഡിക്രിമെന്റ് ആവും. സോ ഐയുടെ വാല്യൂ സി ആവും ആൻഡ് ജെയുടെ വാല്യൂ സി ആവും. സോ അഗെയിൻ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഐ ഈസ് ഈക്വൽ ടു ജെ, സോ സി ഈക്വൽ ആണ്, ജെയുടെ വാല്യൂ സി ഈക്വൽ ആണ്. സോ ഇവിടെ വെച്ച് നമ്മൾ മിഡിലെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും അത്രയും കമ്പയർ ചെയ്ത സ്ട്രിങ്സ് ഈക്വൽ ആണെങ്കിൽ മിഡിൽ സ്ട്രിങ് മാത്രം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ പാലൻഡ്രോം. സോ ഇൻ കേസ് ഈ കണ്ടീഷൻ എവിടെയും വെച്ച് ബ്രേക്ക് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പാലൻഡ്രോം ഈസ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ ആദ്യം ഡിക്ലെയർ ചെയ്തോ ഇറ്റ് ഈസ് എ പാലൻഡ്രോം. ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോർ ലൂപ്പിന്റെ അകത്ത് ഡബിൾ പോയിന്റേഴ്സ് ഡബിൾ ഐട്രേഷൻ ചെയ്തു. അതായത് ഡബിൾ ഐട്രേഷൻ അല്ല, 2 സ്ഥലത്ത് നമ്മൾ ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു, അതായത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു,
ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്ന് ഇൻക്രിമെന്റ് ചെയ്തും ബാക്ക് സൈഡിൽ നിന്ന് ഡിക്രിമെന്റ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി ഇത് എന്താവും, മിഡിൽ വന്ന് ജോയിൻ ആവും. സോ അതുവരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് എനി ഓഫ് ദ ക്യാരക്ടേഴ്സ് ആർ നോട്ട് ഈക്വൽ, ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ പാലൻഡ്രോം. സോ ഇഫ് ഈസ് പാലൻഡ്രോം, ദ സ്ട്രിങ് ഈസ് എ പാലൻഡ്രോം. ഇവിടെ 1 എന്ന് വരുമ്പോഴേക്കും ഇറ്റ് വിൽ റീഡ് ഇറ്റ് ആസ് എ ട്രൂ, ബിക്കോസ് ട്രൂ എന്ന് പറയുന്നതിന്റെ ബൂളിയൻ വാല്യൂ ആണ് 1, വേറെ ഫാൾസിന്റെ ബൂളിയൻ വാല്യൂ ആണ് ഫാൾസ്. 0, സോറി, ഫാൾസിന്റെ ബൂളിയൻ വാല്യൂ ആണ് 0. സോ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് ദ സ്ട്രിങ് ഈസ് എ പാലൻഡ്രോം. ഇഫ് ഐ ഗിവ് സംതിങ് എൽസ്, എന്താ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് എ പാലൻഡ്രോം പ്രിന്റ് ആവും. നെക്സ്റ്റ് വൺ, ടു റിമൂവ് എ ക്യാരക്ടർ ഫ്രം എ string. Okay, so again variable is declared, the variable which we want to remove is declared, and int I comma j. So for I is equal to 0, j is equal to 0, string of I not equal to quotes backslash 0 I plus plus. Okay, so ഈ ഒരു കണ്ടീഷൻ ബാക്ക്സ്ലാഷ് ഐ ഈക്വൽ ടു 00 ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓരോ സ്ട്രിങ് ഇല്ലേ, ഓരോ സ്ട്രിങ്ങിന്റെ എൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഒരു ക്യാരക്ടറിലായിരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പം ഹലോ എന്ന് ടൈപ്പ് ചെയ്താലും നമ്മളെ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആവുന്ന സമയത്ത് \0 ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിലാണ് എൻഡ് ചെയ്യണത്. നമ്മുടെ കമ്പൈലർ ഇത് എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. ബട്ട് ഇങ്ങനെയാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മെമ്മറി ലൊക്കേഷനിൽ ഇങ്ങനെയായിരിക്കും അത് സ്റ്റോർ ചെയ്തേക്കണം. ഹലോ നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത അതിന്റെ ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന ഈ ഒരു നൾ ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, സോ ലാസ്റ്റ് ആ നൾ ക്യാരക്ടർ അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യുക, ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യുക. അതായത് ഈ ഹലോ വേൾഡിന്റെ എച്ച് തൊട്ട് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് വരെ പോവുക. ലാസ്റ്റ് ക്യാരക്ടർ നള്ളാണെങ്കിൽ എന്ത് ചെയ്യുക, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക. അതാണ് കണ്ടീഷൻ. സോ ഇഫ് str of I not equal to the character, str of j is equal to str of I, str of j plus plus. സോ ബേസിക്കലി ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഓരോ ഐട്രേഷൻ വെച്ച് നോക്കാം. ഫസ്റ്റ് ഐട്രേഷനിൽ എച്ച് ആണ്. സോ എച്ച് ഈസ് നോട്ട് ഈസിക്കൽ ടു ദ ക്യാരക്ടർ വിച്ച് യു വാണ്ട് ടു റിമൂവ്. സോ എന്ത് ചെയ്യും, str ഓഫ് ജെയിലോട്ട് നമ്മൾ എച്ചിനെ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എച്ചിനെ നമ്മൾ അപ്പൻഡ് ചെയ്യും, ജെയിനെ നമ്മൾ അപ്പൻഡ് ചെയ്യും. സോ ബേസിക്കലി ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഏതൊക്കെ ക്യാരക്ടറിനെയാണോ റിമൂവ് ചെയ്യാനുള്ളത് ആ ക്യാരക്ടർ വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ജെയിനെ ഇൻക്രിമെന്റ് ചെയ്യത്തില്ല. അതായത് ആ ക്യാരക്ടർ എന്താ, സ്കിപ്പ് ആവും. സോ ഇവിടെ ഫസ്റ്റ് ഐട്രേഷനിൽ എച്ച് വന്നു, സെക്കൻഡ് ഐട്രേഷനിൽ ഇ വന്നു, കണ്ടീഷൻ വർക്ക് ആവും. തേർഡ് ഐട്രേഷനിൽ എൽ വരും. ദാറ്റ് മീൻസ് str ഓഫ് ഐ ഈക്വൽ ടു സി എച്ച് ആണ്. ആ സമയത്ത് എന്താവും, ഐ ഇൻക്രിമെന്റ് ആവും ബട്ട് ജെ ഇൻക്രിമെന്റ് ആകത്തില്ല. സോ ജെ ഇപ്പോൾ എന്തായിരിക്കും, ഇ തന്നെ സ്റ്റക്ക് ആയിരിക്കും. അതേസമയം ഐ എന്താവും, നെക്സ്റ്റ് എല്ലിലോട്ട് പോകും. സെയിം കണ്ടീഷൻ വരും, ഐ മാത്രം ഇൻക്രിമെന്റ് ആവും, ജെ ഇൻക്രിമെന്റ് ആകത്തില്ല. സോ ജെ വിൽ റിമെയിൻ സ്റ്റക്ക് അറ്റ് ഇ. സോ അടുത്ത ഐട്രേഷൻ വരുമ്പം ഐ ഈസ് ഈക്വൽ ടു 0. സോ ദിസ് കണ്ടീഷൻ എന്താ, വർക്ക് ആവും. സോ ഇവിടെ എന്താ 0. സോ ബേസിക്കലി എന്താ ചെയ്യുന്നത്, ഐ ഇൻക്രിമെന്റ് ചെയ്യുമ്പം നമ്മൾ ഒറിജിനൽ സ്ട്രിങ്ങും ജെ ഇൻക്രിമെന്റ് ചെയ്യുമ്പം നമുക്ക് വേണ്ട സ്ട്രിങ്ങുമായിട്ടാണ് വരുന്നത്. ഓക്കെ, ലോജിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത്രേ ഉള്ളൂ. നമ്മൾ ഐയും ജെയും ഒരേ സമയത്ത് തന്നെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. പക്ഷേ ഐ എപ്പോഴൊക്കെയാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ക്യാരക്ടർ വരുന്നത് ആ സമയത്ത് എന്ത് ഇൻക്രിമെന്റ് ചെയ്യത്തില്ല, ജെ ഇൻക്രിമെന്റ് ചെയ്യത്തില്ല. അതായത് ബേസിക്കലി വി വിൽ സ്കിപ്പ് ദ ക്യാരക്ടേഴ്സ്. സോ റൺ കോഡ്. സ്ട്രിങ് ആഫ്റ്റർ റിമൂവിങ് എൽ ഈസ് heo, word. ഓക്കെ, നമുക്ക് റിമൂവ് ചെയ്യുന്ന ക്യാരക്ടർ എന്താവും, സ്കിപ്പ് ആവും. നെക്സ്റ്റ് വൺ, റിവേഴ്സ് എ സ്ട്രിങ്. ബേസിക്കലി ഒന്നുമില്ല, നമ്മൾ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യും, റിവേഴ്സിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പ്രിന്റ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് ഹൗ വിൽ റിവേഴ്സ് ആൻ അറേ. Character variable is declared to store the word, then reverse string, length of the string is taken, then the iteration still start from the back and move towards the front. So in the last position in the iteration start ആയി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. സിമ്പിൾ ഫോളോ അപ്പ് വെച്ചിട്ടുള്ള പ്രിന്റ്. So character reversed. Last question. ഇത് ഔട്ട് ഓഫ് ഇതായിട്ടാണ് നമുക്ക് സിലബസിന്റെ അകത്ത് ഈ ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളൂ. തന്നിരിക്കുന്ന ഒരു സ്ട്രിങ്ങിനെ ക്യാപിറ്റലൈസ് ചെയ്യും. അതായത് ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ കംപ്ലീറ്റ്ലി ക്യാപിറ്റലൈസ് ചെയ്യും.
സോ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ സ്ട്രിങ് ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻ I is equal to 0, str of I not equal to 0. അതായത് ടിൽ end വരെ ഈ ലൂപ്പ് റൺ ആവാം. when the null character is encountered, stop the loop. സോ എന്ത് ചെയ്യും, str of I is equal to 2 upper str of I. സോ 2 upper എന്തെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഇൻപുട്ട് അതിപ്പോ ക്യാപിറ്റൽ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ എന്താക്കും, ക്യാപിറ്റൽ ലെറ്റർ തന്നെ റിമൂവ് ചെയ്യും. സോ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് upper case string hello world. So these are the main problems that is related with string functions in module 3. So